ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി എല്ലാവരുടെയും മുമ്പിൽ വരുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് നേരത്തെ മെസ്സേജിൻ്റെ കണ്ടിന്യൂഷനാണ്. നാം നമ്മുടെ വാക്കുകളുടെ ശക്തി വളരെയധികം ധ്യാനിച്ചിരുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയാണ് നല്ല വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് വരുവാനുള്ള സാഹചര്യം ഒരുക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് നല്ല വാക്കുകൾ നിരന്തരമായി നമ്മുടെ വായിൽ നിന്ന് വരുത്തുവാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, അടിയൻ്റെ നാവോട് കൂടെ അങ്ങയുടെ കരയിരിക്കുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവ് കേൾക്കുന്ന ഓരോരുത്തരോടും ഇടപെടുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്യട്ടെ, അങ്ങയുടെ വചനം ശക്തീകരിക്കട്ടെ, അങ്ങയുടെ വചനം ബലപ്പെടുത്തട്ടെ, അങ്ങയുടെ വചനം വിശ്വാസമായി മാറട്ടെ. അങ്ങയുടെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടട്ടെ. അപ്പം അങ്ങ് അയക്കുന്ന വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. വിശ്വാസം അങ്ങനെ സംഭവിച്ചിരിക്കുക സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവർത്തിക്കാൻ സ്തുതിക്കുന്നു. എല്ലാം നസ്രാനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വാക്കുകളുടെ ശക്തി നമ്മൾ വളരെയധികം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിരുന്നു. ഇന്നത്തെ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നല്ല വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നാച്ചുറലി പുറപ്പെടുവിക്കുന്നത്. ഹൗ ക്യാൻ വി കൺസിസ്റ്റൻ്റ്ലി സ്പീക്ക് ഗുഡ് വേർഡ്സ് ഫ്രം അവർ മൗത്ത്സ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം വായിച്ചു തുടങ്ങാം. 37-ാം സങ്കീർത്തനം 30-31 വാക്യങ്ങൾ. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. അപ്പോൾ ഒറ്റ പ്രാവശ്യം നമ്മളിത് വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതാണ്: നീതിമാൻ നല്ലത് സംസാരിക്കുന്നു, കാരണം തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അഥവാ ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ വായ് നല്ലത് സംസാരിക്കും. അപ്പം എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ദൈവവചനം ഉണ്ടാവുന്നു അത്രത്തോളം നമ്മുടെ നന്മ സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഇതിനോട് ബന്ധപ്പെട്ട് ഇത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു വേദഭാഗം കൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും നമ്മൾ കണ്ട അതേ സത്യം തന്നെയാണ് പറയുന്നത്. ഹൃദയത്തിൽ ദൈവവചനം കൂടുതലുണ്ടെങ്കിൽ നാം വായിൽ നന്മ സംസാരിക്കും. എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ നന്മ അഥവാ ദൈവവചനമുണ്ടോ അത്രത്തോളം നമ്മുടെ നന്മ സംസാരിക്കുന്നതായിരിക്കും. ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടു. വളരെ സിമ്പിൾ ഒരു ട്രൂത്തായിട്ടാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നാം. എങ്ങനെയാണ് വായ് നന്മ സംസാരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അതാണ് നമ്മുടെ വായ് സംസാരിക്കുന്നത്. ഹൃദയത്തിൽ എത്രത്തോളം ദൈവവചനമുണ്ടോ അത്രത്തോളം നമ്മുടെ വായ് നന്മ സംസാരിക്കും. പക്ഷേ ഈ സത്യം ഇതുകൊണ്ട് തീരുന്നു. നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് നോക്കാം. പരീശന്മാരുടെ ഉദാഹരണം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു.
ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബീൽസെബൂബിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ സംഭവിച്ചത്? യേശു കർത്താവ് ഒരാളിൽ നിന്നൊരു ഭൂതത്തെ പുറത്താക്കി. നമ്മൾ ബൈബിള് പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഭൂതങ്ങളെ പുറത്താക്കുന്നതാണ് പഴയ നിയമത്തിൽ കാണാത്ത പുതിയ നിയമത്തിലെ ഒരു അത്ഭുതം. ഒരു വലിയ ദൈവപ്രവൃത്തി ഇവിടെ നടന്നു. പക്ഷെ പരീശന്മാരെന്താണ് പറയുന്നത്? ഈ യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയ ദൈവശക്തിയാലല്ല, ഭൂതത്തിൻ്റെ ശക്തി ബീൽസെബൂവിൻ്റെ ശക്തിയാലാണെന്ന് പറയും. വചനം ജഡമായി തീർന്ന ക്രിസ്തു അവരുടെ ഫ്രണ്ടിലുണ്ടായിട്ടും, ഒരു വലിയ ദൈവപ്രവൃത്തി കണ്ടിട്ടും, ഒരു ഭൂതങ്ങളെ പുറത്താക്കി വലിയ ദൈവപ്രവൃത്തി കണ്ടിട്ടും അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് എന്താണ്? ഇത് യേശു കർത്താവ് ദൈവശക്തിയാലല്ല, ബീൽസെബൂബിൻ്റെ ശക്തിയാലാണ് ചെയ്തത്. ഒരു ദൈവപ്രവൃത്തി ദൈവാത്മാവിൻ്റെ ശക്തിയാൽ വചനം ജഡമായി തീർന്ന ക്രിസ്തു അവരുടെ ഫ്രണ്ടിൽ ചെയ്തിട്ട് അതിനെ നിരസിക്കുക മാത്രമല്ല, വാഗൊണ്ട് അത് ഭൂതം കൊണ്ട ശക്തിയാലാണ് ചെയ്തത് എന്ന് പറയുകയും കൂടെ ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു വായ കൊണ്ട് പറയാവുന്ന ഏറ്റവും നീചമായ വാക്കുകൾ. ഒരു മനുഷ്യനെ അസഭ്യം പറയാം, ബാക്കി ഇതൊക്കെ ചെയ്യാം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊരു അത്ഭുതം. ദൈവാത്മാവിൻ്റെ ശക്തിയാൽ വചനം ജഡമായി തീർന്ന ക്രിസ്തു ഒരു അത്ഭുതം അവരുടെ ഫ്രണ്ടിൽ ചെയ്തിട്ട് ആ അത്ഭുതത്തെ നിരസിക്കുക മാത്രമല്ല, യേശു കർത്താവ് ചെയ്ത് ഭൂതത്തിൻ്റെ ശക്തിയാലാണെന്ന് പറയുന്നു. ഒരു വാഗൊണ്ട് പറയാവുന്ന ഏറ്റവും നീചമായ വാക്കുകൾ. ഇൻഫാക്ട് അപ്പോസ്തലനായ ബെന്നിഹിൻ പറയുന്നത് ഇതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്നാണ്. കാരണം ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ഫ്രണ്ടിൽ കണ്ടിട്ടും അതിനെ നിരസിച്ച് അതിനെ പിശാചിനോട് കൂട്ടാക്കുന്നു. ഇൻഫാക്ട് നമ്മൾ ആ പോർഷൻ വായിച്ചാൽ കാണാം, ഇത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപത്തെ പറ്റിയും പറയുന്നത്. അപ്പോൾ ഇത്രയും നീചമായ വാക്കുകൾ ഒരു മശിഹ വചനം ജഡമായി തീർന്ന ക്രിസ്തു ദൈവശക്തിയാൽ ഒരു ഭൂതത്തെ പുറത്താക്കി അതിനെ ഭൂതത്തിൻ്റെ ശക്തിയാലാണ് ചെയ്തതെന്ന് പറയും. ഇത്രയും നീചമായൊരു വാക്ക് പരീശന്മാരുടെ ഉള്ളിൽ വായിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒരു ചോദ്യം, ഈ പരീശന്മാർക്ക് ദൈവവചനം അറിയത്തില്ലായിരുന്നോ? ദൈവവചനം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ട ഒരു സത്യം ഇതാണ്: യഹൂദ മതത്തിലെ എല്ലാ പുരുഷനും ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതായത് തോറ ഫുള്ള് കാണാപ്പാഠം പഠിക്കേണ്ടതായിരുന്നു. അതുമാത്രമല്ല, ഒരു പരീക്ഷനാകാൻ ട്രെയിൻ ചെയ്യുന്ന ഫുൾ പഴയ നിയമം മൊത്തമായിട്ട് കാണാപ്പാഠം പഠിക്കേണ്ടതായിരുന്നു. ഒരിക്കലും ഞാൻ പറയട്ടെ, ഒരു യഹൂദ മതത്തിലെ എല്ലാ പുരുഷന്മാരും ഫസ്റ്റ് 5 ബുക്സ്, അതായത് തോറ ബൈഹാർട്ടാക്കേണ്ടതാണ്. പരീശന്മാർ ഫുൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ബൈഹാർട്ടാക്കേണ്ടതായിരുന്നു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഇത്രയധികം ദൈവവചനമുണ്ടായിരുന്നു. നമ്മളൊന്ന് ഓർക്കണം, അന്ന് പുതിയ നിയമം വന്നിട്ടില്ല, പഴയ നിയമമാണല്ല. അക്കാലത്ത് ഇവർക്ക് ഇത്രയും ദൈവവചനം ഹൃദിസ്ഥമാക്കിയ മനുഷ്യനാണ് പരീശൻ. ഫുൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ബൈഹാർട്ടാക്കിയ ആളാണ്. വേറൊരു ഭാഷ പറഞ്ഞാൽ അതിൽ കൂടുതൽ ദൈവവചനം അന്നില്ല. ഈ ഇത്രയും ദൈവവചനം ഉള്ളിലുണ്ടായിരുന്നിട്ടും അവരുടെ വായിൽ നിന്ന് പറഞ്ഞു വന്ന വാക്ക് എന്താണ്? ഏറ്റവും നീചകരമായ വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതം കണ്ടിട്ടും ദൈവശക്തിയെ ത്യജിച്ച് അതിനോട് പിശാചിനോട് ഉപമിക്കുകയാണ് നാം കാണാൻ സാധിച്ചത്. അപ്പം എന്തുകൊണ്ടിത് സംഭവിച്ചു? ഇത്രയധികം ദൈവവചനം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഫുൾ ഓൾഡ് ടെസ്റ്റമെൻ്റ് അവർ കാണാപ്പാഠം പഠിച്ചിരുന്നതല്ലേ. പിന്നെ ഇത് ഇത്രയും പഠിച്ചിട്ട് എന്തുകൊണ്ട് ഇത്രയും നീചകരമായൊരു വാക്ക് അവരുടെ വായിൽ നിന്ന് വന്നു? ഹൃദയം നിറഞ്ഞ കവിയുന്നത് വായി പ്രസ്താവിക്കുന്നുവെങ്കിൽ ഇത്രയും ദൈവവചനം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും നീചമായ വാക്ക്
അവരുടെ ഉള്ളിൽ നിന്ന് വന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്ക്. നാം കണ്ടു എങ്ങനെ നമ്മുടെ വായിൽ നല്ല വാക്കുകൾ വരുത്താം. നാം കണ്ടു എത്രത്തോളം ദൈവവചനം ഉള്ളിലുണ്ടോ അത്രത്തോളം നമ്മുടെ വായ നന്മ സംസാരിക്കും. പക്ഷേ ഒരു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കണ്ടു, പരീശന്മാരുടെ കൗണ്ടർ എക്സാമ്പിൾ. ഇത്രയും ദൈവവചനം ഫുൾ ഓൾഡ് ടെസ്റ്റമെന്റ് ബൈ ഹാർട്ട് ആയിട്ട് പോലും അവരുടെ വായിൽ നിന്ന് വാക്ക് ഏറ്റവും നീചകരമായ വാക്കാണ്. ഒരു ദൈവപ്രവൃത്തി, ഒരു ഭൂതത്തെ പുറത്താക്കുന്ന ദൈവപ്രവൃത്തി കണ്ടിട്ടും അതിനോട് പിശാചിനോട് കൂട്ടാക്കുകയാണ് അവർ ചെയ്തത്. എന്തുകൊണ്ട് ഇത്രയും ദൈവവചനം അറിഞ്ഞിട്ടും ഇത്രയും നീചകരമായ വാക്ക് അവരുടെ വായിൽ നിന്ന് വന്നു? സിമ്പിൾ ആൻസർ ഇത്രയേ ഉള്ളൂ. പരീശന്മാർക്ക് ദൈവവചനത്തിൻ്റെ അറിവുണ്ടായിരുന്നു, പക്ഷേ അത് പരീശന്മാർക്ക് ദൈവവചനത്തിൻ്റെ അറിവുണ്ടായിരുന്നു, പക്ഷേ അതവരെ നിയന്ത്രിക്കുന്ന നിറവായി മാറിയില്ല. അതുകൊണ്ട് അവരുടെ വായിലെ വാക്കുകളെ അത് സ്വാധീനിച്ചില്ല. ഒരിക്കൽ കൂടെ പറയട്ടെ, പരീശന്മാർക്ക് ദൈവവചനത്തിൻ്റെ അറിവ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, എങ്കിലും അതവരെ നിയന്ത്രിക്കുന്ന നിറവായി മാറിയില്ല. അതുകൊണ്ട് ഈ വചനം അവരിൽ ഫലം കണ്ടില്ല, ഈ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. എന്തുകൊണ്ടത് സംഭവിച്ചു? എന്തുകൊണ്ട് ഈ വചനം അവരിൽ ക്രിയ ചെയ്തില്ല? നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. പോകുന്നതിന് മുമ്പ് ഒരു ക്വിക്ക് റീക്യാപ്പ് നമുക്ക് നടത്താം. എന്താണ് നമ്മൾ കണ്ടത്? എങ്ങനെയാണ് നമ്മുടെ വായിൽ നല്ല വാക്കുകൾ വരുത്തുന്നത് നാം കണ്ടു. എത്രയധികം ദൈവവചനമുണ്ടോ അത്രയധികം നല്ല വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരും. പക്ഷെ നമ്മൾ കണ്ടു പരീശന്മാർക്ക് ഇത്രയും ദൈവവചനം അറിഞ്ഞിട്ട് അവരുടെ വായിൽ നിന്ന് വന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും നീചകരമായ വാക്കുകളാണ്. എന്തുകൊണ്ടാണ്? ഈ ദൈവവചനത്തിൻ്റെ അറിവുണ്ടായിരുന്നിട്ടും അതവരെ നിയന്ത്രിക്കുന്ന നിറവായി മാറിയില്ല. അതുകൊണ്ട് അതിൻ്റെ വാക്കുകളെ സ്വാധീനിച്ചില്ല. എന്തുകൊണ്ട് ഈ വചനം പരീശന്മാരിൽ ക്രിയ ചെയ്തില്ല? എന്തുകൊണ്ട് ഈ വചനം അവരിൽ ഫലം കണ്ടില്ല? നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9-ാം വാക്യം. തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, ആ കോണ്ടെക്സ്റ്റ് വായിച്ചാൽ യേശു കർത്താവ് പരീശന്മാരെ പറ്റി പറയുന്നത് കാണാൻ സാധിക്കും. എന്താണ് പ്രശ്നം? പരീശന്മാർക്ക് അവർ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്താഗതി ഉണ്ടായി. ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ കൽപ്പന എല്ലാം അനുസരിച്ച് നടക്കുന്നു, ഞാൻ ആരാ? അപ്പം ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡോടുകൂടെ അവർ വചനം കേട്ടു, വചനം ഹൃദയസ്ഥമാക്കി. പക്ഷെ ഈ ഒരു ആറ്റിറ്റ്യൂഡോടെ കേട്ടതുകൊണ്ട് ഈ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. സങ്കടത്തോടെ പറയട്ടെ, പല പെന്തിക്കോസ്ത് സഭകളുടെ മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് ഇതുപോലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സഭ വിട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ പെർഫെക്റ്റ് അല്ല, ഇനി എനിക്ക് എന്ത് എന്നുള്ളൊരു ആത്മീക അഹങ്കാരം, ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ. സഹോദരി, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡോടെയാണ് നിങ്ങൾ വചനം കേൾക്കുന്നോ സംഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ പരീശന്മാരുടെ ഉദാഹരണം നമ്മൾ കണ്ടു. വചനം ഫുൾ ഹൃദയസ്ഥമായിരുന്നിട്ട് പോലും യേശു കർത്താവിനെ ഭൂതത്തോട് കൂടെ കൂട്ടാക്കുന്ന നീചകരമായ വാക്കാണ് അവരുടെ വായിൽ നിന്ന് വന്നത്. കാരണം ഈ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. ഒരിക്കലും ഞാൻ പറയട്ടെ, ഞാൻ പെർഫെക്റ്റായി, ഇനി എനിക്ക് എന്തോ പ്രോബ്ലം, ഞാനിതെല്ലാം ചെയ്തു, ഞാൻ സഭ വിട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ വേർപെട്ട് ആരാധിക്കുന്നു എന്നുള്ള ചിന്ത, എനിക്ക് എന്ത് പ്രശ്നമെന്നൊരു ചിന്താഗതിയിൽ, ഞാൻ പെർഫെക്റ്റ് ആണെന്നൊരു ചിന്താഗതിയിൽ നിങ്ങൾ വചനം കേൾക്കുകയോ ഹൃദയസ്ഥമാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, സഹോദരി, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആ വചനം നിങ്ങൾ ക്രിയ ചെയ്യണമെന്നില്ല, ആ വചനം നിങ്ങൾ ഫലം കായ്ക്കണമെന്നില്ല. കാരണം പരീശന്മാരുടെ എക്സാമ്പിൾ കണ്ടു, പെർഫെക്റ്റ് ആണെന്ന ചിന്താഗതിയിൽ വന്നു, വചനം മുഴുവൻ അറിഞ്ഞിട്ടും ഏറ്റവും നീചകരമായ വാക്കാണ് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ. നാം പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്താഗതികൾ ദൈവത്തിൻ്റെ താന്ന
എനിക്കും മനസ്സിലാക്കണം, എനിക്കും കൂടുതലാണ്. താഴ്ന്ന മനോഭാവത്തോടെ നമുക്ക് വചനം കേൾക്കാം, സംഗ്രഹിക്കാം. ഈ വചനം നമ്മിൽ ക്രിയ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മൾ കണ്ടു എന്തുകൊണ്ട് പരീക്ഷന്മാരിൽ ദൈവവചനം ക്രിയ ചെയ്തില്ല, എന്തുകൊണ്ടത് വചനം ക്രിയ ചെയ്തവരുടെ വാക്കുകളെ സ്വാധീനിച്ചില്ല. ആദ്യത്തെ എക്സാം പ്രൈസ് നമ്മൾ കണ്ടു, അവർ പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്താഗതിയിൽ അവർ വചനം കേട്ടു, സംഗ്രഹിച്ചു. വചനം അവരിൽ ക്രിയ ചെയ്തു. നമുക്കും ആ ആറ്റിറ്റ്യൂഡോട് കൂടെയാണ് ദൈവത്തിനെ താന്ന് വചനം എനിക്ക് മനസ്സിലാക്കണം ആറ്റിറ്റ്യൂഡോട് വചനം കേൾക്കാം. ഈ വചനം നമ്മിൽ ക്രിയ ചെയ്യട്ടെ. വേറൊരു വാക്യം, പരീക്ഷന്മാരെ പറ്റി വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. യേശു കർത്താവ് വചനം പറഞ്ഞപ്പോൾ അവരുടെ ചിന്താഗതി ഇതായിരുന്നു, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ. വേറെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ മുൻവിധി ഉണ്ടായിരുന്നു. പഠിത്തവും ഇങ്ങനത്തെ അവരെ പോലെ ഭയങ്കരമായിട്ട് വചനം പഠിച്ച് ആകാത്തൊരു വഴിയില്ല. ഇങ്ങനെ അവരെ പോലെ വചനം പഠിക്കാതെ ഒരുത്തിന് ആത്മീയനാകാൻ കഴിയില്ല. വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഇവൻ എന്താത്മീയം എന്നൊരു മുൻവിധിയും അഹങ്കാരവും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരീക്ഷന്മാർ വചനം കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ മുൻവിധി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ഇത് നമ്മളെപ്പോലെ പഠിത്തമില്ലാത്ത ഇവൻ എന്താത്മീയൻ, ഇവന്റെ വചനം ഞങ്ങൾ എന്തിന് കേൾക്കണം. ഈ മുൻവിധിയോടും അഹങ്കാരത്തോടെ വചനം കേട്ടു. സങ്കടത്തോടെ പറയാം, ആ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ പറയാം, അവരുടെ ഉള്ളിൽ ഒരു മുൻവിധി ഉണ്ടായിരുന്നു. യേശു കർത്താവിന് വചനം കേട്ടപ്പോൾ പഠിത്തവും ഞങ്ങളെപ്പോലെ സ്റ്റേറ്റസും ഇല്ലാത്ത ഇവൻ എന്താത്മീയൻ, ഇവന്റെ വചനം എന്തിന് കേൾക്കണം എന്നുള്ള മുൻവിധിയോട് കൂടെ വചനം കേട്ടു. ഈ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. പലപ്പോഴും പെന്തക്കോസ്തലരെ അവർ വേറെ ആരെങ്കിലും വചനം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചിന്തയുണ്ട്, ഇവൻ നമ്മളെപ്പോലെ സഭ വിട്ടിട്ടുണ്ടോ, ഇവൻ ഇത് ചെയ്തിട്ടുണ്ടോ, ഇവൻ നമ്മളെപ്പോലെ ജീവിക്കുന്നത്, പിന്നെ ഇവന്റെ വചനം ഞാൻ എന്തിനു കേൾക്കണം എന്നുള്ള അഹങ്കാരവും മുൻവിധിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദരി, അഹങ്കാരത്തോടെയോ മുൻവിധിയോടെ നീ വചനം കേൾക്കുന്നെങ്കിൽ ആ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ വാക്കുകളെ അത് സ്വാധീനിക്കണമെന്നില്ല. നാം ശരി ക്ലിയറായിട്ട് കാണുന്നു, പഠിത്തമില്ലാത്ത ഇവൻ എന്താത്മീയൻ എന്നുള്ള മുൻവിധിയോടെ പരീക്ഷന്മാർ യേശു കർത്താവിൻ്റെ വചനം കേട്ടു. ആ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യാസ്ത്രികളും താഴ്മയോടെ ഒരു മുൻവിധിയില്ലാതെ വചനം കേട്ടു. അവർ മാനസാന്തരപ്പെട്ടു, ദൈവരാജ്യത്തിലോട്ട് ചേരുവാനിടയായത്. പഠിത്തവും പ്രാഗൽഭ്യവും റെസ്പെക്റ്റുള്ള പരീക്ഷന്മാർ ദൈവവചനത്തിൽ വരാനിടയായില്ല. നാം മുൻവിധിയോടെ അഹങ്കാരത്തോടെ വചനം കേൾക്കുന്നു. ആ വചനം നമ്മിൽ ക്രിയ ചെയ്യണമെന്നില്ല. ആ വചനം നമ്മിൽ ഫലം കായ്ക്കണമെന്നില്ല. നമുക്ക് സകല മുൻവിധി അഹങ്കാരവും കാറ്റി നിർത്തി താഴ്മയോടെ ദൈവവചനം കേൾക്കാമത് കൈക്കൊള്ളാം. അത് നമ്മിൽ ക്രിയ ചെയ്യട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കാണിക്കുന്ന ഒരു വേദഭാഗം കൂടെ നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെഫ്, ശീമോൻ, യൂദ എന്നിവരല്ലയോ, ഇവൻ്റെ സഹോദരങ്ങളും എല്ലാം നമ്മോട് കൂടെയല്ലോ. ഇവൻ ഇതൊക്കെ എവിടെ നിന്നു എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. വീണ്ടും അതേ കാര്യം, ഇവൻ ഇത്രയൊക്കെ ഉള്ളവനല്ലയോ, പിന്നെ ഇവൻ എവിടുന്ന് ജ്ഞാനം കിട്ടി. ആ മുൻവിധിയും അഹങ്കാരവും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവർ വചനം കേട്ടു.
സങ്കടത്തോടെ പറയാം, ആ വചനം അവരിൽ ക്രിയ ചെയ്തില്ല, ആ വചനം അവരിൽ ഫലം കണ്ടില്ല. വീണ്ടും ഈ അഹങ്കാരത്തിന്റെ മുൻവിധിയുടെ പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്താഗതി കാണിക്കുന്ന ഒരു ഭേദഭാവം കൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാരവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷാരോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറയും. അവരിലൊരു പുരുഷ ശപിക്കപ്പെട്ടവനോ അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചോ, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും നമുക്ക് കാണാം, ന്യായപ്രമാണിമാരിൽ ആരെങ്കിലും വിശ്വസിച്ചു? ഈ വിവരമില്ലാത്ത ജനം വിശ്വസിക്കും. പക്ഷെ ഇത്രയും പെർഫെക്റ്റായ ഇത്രയിലൊക്കെ പഠിത്തമുള്ള നമ്മളാരെങ്കിലും വിശ്വസിക്കുക? പെർഫെക്റ്റ് ആണെന്നുള്ള മുൻവിധിയുള്ള അഹങ്കാരത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഭാവം നമുക്ക് കാണാൻ സാധിക്കും. അവരവസാനം പറയുന്നത്, ഗലീലക്കാരനോ? പരിച്ച് ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് ദൈവവചനം ഉടനീളം പരിശോധിക്കാം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗലീലയിൽ നിന്ന് പ്രവാചകൻ വരത്തില്ല. വീണ്ടും അവരുടെ മുൻവിധി, വചനം കേട്ട് അവർ വചനത്തോട് കൂടെ അവരുടെ ഭാഗങ്ങൾ ചേർത്ത് വീണ്ടും മുൻവിധിയോടെ പെർഫെക്റ്റ് ആണെന്നുള്ള ആറ്റിറ്റ്യൂഡോടെ അഹങ്കാരത്തോടെ വചനം കേട്ടു. ആ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. നാം അഹങ്കാരത്തോടെ മുൻവിധിയോടെയോ നാം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയോടെയാണോ വചനം കേൾക്കുന്നത്? ആ വചനം നമ്മിൽ ക്രിയ ചെയ്യണമെന്നില്ല. ആ വചനം നമ്മളെ നിയന്ത്രിക്കുന്ന നിറവ് മാറണമെന്നില്ല. ആ വചനം നമ്മുടെ വാക്കുകളെ മാറ്റണമെന്നില്ല. ഇതെല്ലാം പരീശന്മാരുടെ ആറ്റിറ്റ്യൂഡുകളും എല്ലാം സമ്മറൈസ് ചെയ്ത് നമുക്ക് ഒരു ഭേദഭാവം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നാമും ഒരു സദ്വർത്തമാനം കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. അതുകൊണ്ട് അതവർക്ക് ഉപകാരമായി വന്നില്ല. വേറെ ഭാഷയിൽ എന്താണ് അർത്ഥമാക്കുന്നത്? വചനം കേട്ടു, വചനം സംഗ്രഹിച്ചു, പക്ഷെ മുൻവിധിയോടെ ഞാൻ പെർഫെക്റ്റ്, എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ള ആറ്റിറ്റ്യൂഡ്, മുൻവിധിയോടെ അഹങ്കാരത്തോടെ വചനം കേട്ടു. ആ വചനം പരീശന്മാരിൽ ക്രിയ ചെയ്തില്ല. ഇത്രയധികം വചനം പറഞ്ഞിട്ടും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഏറ്റവും നീചമായ വാക്കുകളായിരുന്നു. പക്ഷെ ചുങ്കക്കാരും വേശ്യാസ്ത്രീകൾ, അവർക്ക് മുൻവിധിയില്ല, അവർ പെർഫെക്റ്റ് ആണ് ചിന്താഗതിയിൽ. കേട്ട വചനം അവർ ഏറ്റെടുത്തു. അനേകർ ദൈവരാജ്യത്തിലോട്ട് കയറാനിടയായിത്തീർന്നു. സഹോദരി, നമുക്ക് മുൻവിധിയും ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള ആറ്റിറ്റ്യൂഡ് അഹങ്കാരവും മാറ്റി നിർത്തി വചനം കേട്ട് വചനം താഴ്മയോടെ കൈക്കൊള്ളാം. ആ വചനം നമ്മിൽ ക്രിയ ചെയ്യട്ടെ. ആ വചനം നമ്മുടെ വാക്കുകളെ മാറ്റട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തൊക്കെ കണ്ടു? ഒരു ക്വിക്ക് റീക്യാപ്പ് നടത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നാം കണ്ട ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് കറക്റ്റ് നല്ല വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നാം കണ്ടു. എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ദൈവവചനം ഉണ്ടോ അത്രത്തോളം നല്ല വാക്കുകൾ വരും. ദൈവവചനം പക്ഷേ നമ്മൾ പരീശന്മാരുടെ എക്സാമ്പിൾ കണ്ടു. ദൈവവചനം ഇത്രയധികം അറിഞ്ഞെടുത്തിട്ട് വായിൽ നിന്ന് വാക്കുകൾ ഏറ്റവും നീചമേറിയ വാക്കുകളായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ്
അങ്ങനെ സംഭവിച്ച് പരീശന്മാർ വചനം ക്രിയ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് വചനം ക്രിയ ചെയ്തില്ല? വചനം കേൾക്കുമ്പോൾ, സംഗ്രഹിക്കുമ്പോൾ അവർ ഞാൻ പെർഫെക്റ്റ്, ഞാൻ ആരാണെന്നുള്ള ചിന്താഗതിയോടെ, മുൻവിധിയോടെ, അഹങ്കാരത്തോടെ വചനം കേൾക്കണം. ഈ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. ഇത്രയധികം വചനം അറിഞ്ഞിട്ടും വായിൽ നിന്ന് വാക്കുകൾ ഏറ്റവും നീചമായ വാക്കുകൾ. നമുക്ക് മുൻവിധി, അഹങ്കാരം, ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള ഭാവം മാറ്റി വചനം താഴ്മയോടെ കൈക്കൊള്ളാം. ഈ വചനം നമ്മിൽ ക്രിയ ചെയ്യട്ടെ. ഈ വചനം നമ്മളെ മാറ്റിമറിക്കട്ടെ. ഇത്രയും നെഗറ്റീവ് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇനിയും നമുക്കൊരു പോസിറ്റീവ് എക്സാമ്പിൾ കാണാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയൊന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. ബെറിയയിലുള്ള വിശ്വാസികളെ പറ്റിയാണിത് പറയുന്നത്. അവർ തെസ്സലോനിക്കയിലുള്ളവർക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ പൗലോസിന്റെ വചനം കേൾക്കുക മാത്രമല്ല, അവർ അങ്ങനെയെന്ന് അറിയാൻ വേണ്ടി അവർ തിരുവെഴുത്തുകളെ പരിശോധിച്ചു. അതുകൊണ്ട് അനേകർ വിശ്വസിച്ചു. വേറെ ഭാഷയിൽ പറഞ്ഞാൽ വചനം താഴ്മയോടെ കൈക്കൊണ്ട്, പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ട് അത് ശരിയോ എന്നറിയാൻ തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ഈ വചനം ഇങ്ങനെ കൈക്കൊണ്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവർ ദൈവരാജ്യത്തിൽ തേരാനിടയായി. ഇവർ മുൻവിധിയോടെയല്ല, ഇവർ ഞാൻ പെർഫെക്റ്റ് ആണെന്ന ചിന്താഗതികൾ അഹങ്കാരത്തോടെയല്ല കൈക്കൊണ്ട്, കേട്ട വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ട് ശരിയോ എന്നറിയാൻ അവർ തിരുവെഴുത്തുകളെ വായിച്ച് അന്വേഷിച്ചു. അങ്ങനെ അവരുടെ വിശ്വാസം വർദ്ധിച്ചു. അനേകർ വിശ്വാസത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് വരാനിടയായിത്തീർന്നു. നമുക്കും നമ്മുടെ മുൻവിധിയും അഹങ്കാരവും ഞാൻ പെർഫെക്റ്റ് ആണ് ചിന്താഗതിയും പാടി വചനം കൈക്കൊള്ളാം. ഈ വചനം നമ്മെ ക്രിയ ചെയ്യട്ടെ. ഇനി നമുക്ക് ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എക്സാമ്പിളായ ഒരാളെ കാണാം. നമുക്ക് ഒരു വേഗം വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായയിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. വേറെ ആരുമല്ല, അപ്പോസ്തലനായ പൗലോസിനെ പറ്റിയാണ് പറയുന്നത്. പരീശന്മാരിൽ പരീശൻ, ഗമാലിയേലിന്റെ അടുക്കൽ പഠിച്ചവൻ, ഏറ്റവും ഒരു പെർഫെക്റ്റ് പരീശനായ പൗലോസ്. ഇത്രയധികം വചനം അറിഞ്ഞിരുന്നു. വചനത്തിനു വേണ്ടി തൻ്റെ അറിവനുസരിച്ച് പൂർണ്ണ എരിവോടെ നിന്നു. സഭയെ ഉപദ്രവിക്കുന്നിടത്തോളം ഉപദ്രവിച്ചു. അനേകരെ കൊല്ലാമെന്നപ്പോൾ അവർക്ക് കൊല്ലാൻ വേണ്ടി വോട്ട് ചെയ്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പെർഫെക്റ്റ് പരീക്ഷ. വചനം മൊത്തം അറിയാം, അറിവനുസരിച്ച് എരിവോടെ നിൽക്കുന്നൊരു പരീക്ഷ. എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്വിക്കായിട്ടൊന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. 9-ാം വാക്യം. അവൻ 3 ദിവസം കണ്ണ് കാണാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ വരുന്നു. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന പള്ളികളിൽ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. പൗലോസ്, പരീശന്മാരിൽ പരീശനായ പൗലോസ്, അറിവനുസരിച്ച് എരിവോടെ നിന്ന പൗലോസ്, വചനം അത്രത്തോളം റിജക്റ്റ് ചെയ്തിരുന്നു. താൻ പെർഫെക്റ്റ് തൻ്റെ അറിവ് മാത്രം ആശ്രയം എരിവോടെ കർത്താവായിട്ടൊരു എൻകൗണ്ടർ വന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായിട്ടൊരു എൻകൗണ്ടർ വന്നു. അതിനുശേഷം സംഗ്രഹിച്ച വചനോ കേട്ട വചനോ പൂർണ്ണതയോടെ
പെർഫെക്റ്റ് ആണെന്നുള്ള ഭാവത്തോടെ മുൻവിധിയോടെ ആ വചനം പൂർണ്ണതയോടെ അദ്ദേഹം ഏറ്റെടുത്തു. അതിൻ്റെ ഫലം നമുക്കറിയാം. ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കർത്താവിന് വേണ്ടി ഉപയോഗപ്പെട്ട ഒരു വ്യക്തിയായി മാറി. ഉള്ളിലുണ്ടായിരുന്ന വചനത്തിൻ്റെ അറിവ് ഫുള്ള് നിറവായി മാറി. ലോകം കണ്ടയിലേക്ക് ഏറ്റവും വലിയ ഫലം പുറപ്പെടുവിച്ചൊരു വ്യക്തിയായി പൗലോസ് അപ്പോസ്തലൻ മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണെന്ന് കാണാൻ സാധിക്കും. ഒരു സമയത്ത് പൗലോസ്, ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്കൊന്നും വേണ്ട, ഇതൊക്കെ ചുമ്മാതാണ്, ഇതൊക്കെ ഞാൻ പരീശന്മാരിൽ പരീശനാണ്, ഞാൻ മുൻവിധിയോടെ അഹങ്കാരത്തോടെ പെർഫെക്റ്റ് ആണ് ചിന്താഗതിയോടെ പുള്ളി വചനം സംഗ്രഹിച്ചു. ആ വചനം അദ്ദേഹത്തിൽ ക്രിയ ചെയ്തില്ല. പക്ഷെ കർത്താവായിട്ട് എൻകൗണ്ടറായി. അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തി. മുൻവിധിയും അഹങ്കാരവും പെർഫെക്റ്റാണ് ചിന്താഗതിയെല്ലാം നേരത്തെ സംഗ്രഹിച്ച വചനങ്ങളെല്ലാം അദ്ദേഹം ഏറ്റെടുത്തു. ഫലമെന്താണ്? ലോക ചരിത്രത്തിൽ കർത്താവിന് വേണ്ടി ഏറ്റവും ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറി. ആ വചനം അദ്ദേഹത്തിൽ ക്രിയ ചെയ്തു. ആ വചനം അദ്ദേഹത്തിൽ ഫലം കണ്ടു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നമുക്ക് കുറേ വചനം കേട്ടവരായിരിക്കാം, കുറേ വചനം സംഗ്രഹിച്ചവരായിരിക്കാം. പക്ഷെ ആ വചനം നമ്മിൽ ക്രിയ ചെയ്യുന്നുണ്ടോ? ആ വചനം നാം പൂർണ്ണ ജാഗ്രതയോടെ മുൻവിധി മാറ്റി നിർത്തി, അഹങ്കാരം മാറ്റി നിർത്തി, ഞാൻ പെർഫെക്റ്റാണ് ചിന്താഗതി മാറ്റി നിർത്തി ഏറ്റെടുക്കുന്നുണ്ടോ? അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ ആ വചനം നമ്മിൽ ക്രിയ ചെയ്യണമെന്നില്ല. നമ്മുടെ വാക്കുകളിലോ പ്രവൃത്തിയിലോ മാറ്റം വരണമെന്നുമില്ല. പക്ഷെ അങ്ങനെ മുൻവിധിയും അഹങ്കാരവും മാറ്റി നിർത്തി നാം വചനം ഏറ്റെടുക്കുന്നെങ്കിൽ ആ വചനം നമ്മിൽ ക്രിയ ചെയ്യും. നമ്മുടെ വാക്കുകളെ മാറ്റും, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പൗലോസ് അപ്പോസ്തലനാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഒരു സമയത്ത് വചനം ഫുൾ സംഗ്രഹിച്ചു. പരീശനായി ഞാൻ പെർഫെക്റ്റാണ്, ഒന്നുമല്ല എന്നുള്ള ചിന്താഗതിയോടെ മുൻവിധിയോടെ അഹങ്കാരത്തോടെ ഈ വചനം മുഴുവനും അകത്തിരുന്നു, ക്രിയ ചെയ്തില്ല. പക്ഷെ കർത്താവായിട്ടൊരു എൻകൗണ്ടർ വന്നു. സംഗ്രഹിച്ച വചനം മുഴുവനും അദ്ദേഹം ഏറ്റെടുത്തു. പുതിയ നിയമത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എഴുതാൻ കർത്താവ് അദ്ദേഹം ഉപയോഗിച്ചു. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കർത്താവിനെ ഉപയോഗപ്പെട്ട ഒരു വ്യക്തിയായി മാറി. ആ വചനം അദ്ദേഹത്തിൽ ക്രിയ ചെയ്തു. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നാം മുൻവിധിയോടെ അഹങ്കാരത്തോടെ പെർഫെക്റ്റാണെന്ന ഭാവത്തോടെയാണ് നാം വചനം കേൾക്കുന്നത് എങ്കിൽ ആ വചനം നമ്മിൽ ക്രിയ ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. അഹങ്കാരവും മുൻവിധിയും പെർഫെക്റ്റാണെന്ന ആറ്റിറ്റ്യൂഡ് എല്ലാം മാറ്റി നിർത്തി വചനം സൗമ്യതയോടെ താഴ്മയോടെ കൈക്കൊള്ളാം. ആ വചനം നമ്മിൽ ക്രിയ ചെയ്യട്ടെ. നമ്മുടെ വാക്കുകളെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവ് പ്രവർത്തിച്ചിരിക്കുക സ്തുതിക്കുന്നു. പലപ്പോഴും നാം മുൻവിധിയോടെ അഹങ്കാരത്തോടെ വചനം കേൾക്കുകയും സംഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ വചനം നമ്മിൽ ക്രിയ ചെയ്തില്ല. കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ദൈവസനെ താണിരുന്ന് അങ്ങയുടെ വചനം പൂർണ്ണതയോടെ ഏറ്റെടുക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം നമ്മിൽ ക്രിയ ചെയ്യട്ടെ. ഞങ്ങളുടെ വാക്കുകളെ മാറ്റട്ടെ, ഞങ്ങളുടെ ചിന്താമണ്ഡലത്തെ മാറ്റട്ടെ, ഞങ്ങളുടെ പ്രവൃത്തികളെ മാറ്റട്ടെ. ഞങ്ങളുടെ കർത്താവെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. കർത്താവെ, പൗലോസ് അപ്പോസ്തലനെ പോലെ ആ വചനം നമ്മൾ ക്രിയ ചെയ്ത് ഞങ്ങളും അങ്ങേക്കായി അങ്ങയുടെ ഹിതമനുസരിച്ച് അധികം ഫലം കായ്ക്കട്ടെ. അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. എല്ലാം നസ്രാനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.